ആഹാ, രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? വാസുവേട്ടൻ എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റു, കുളിക്കാം. ഇത് എത്ര പവനുണ്ട്? 5 പവൻ. ആകെ ഈ മാല മാത്രമേ ഉള്ളോ? അല്ല, വേറെയും കുറച്ചുണ്ട്. നാത്തും കണ്ടതല്ലേ? ദേഹം മുഴുവൻ സ്വർണ്ണം അണിയിച്ച അമ്മ എന്നെ അയച്ചത്. ഗിരിജെടുത്തി വന്നതും അങ്ങനെ തന്നെയാ. അപ്പോട്ടും വേറും പ്രൈവറ്റ് സ്കൂൾ അധ്യാപകനാ. വാസുവേട്ടൻ സർക്കാർ ഉദ്യോഗസ്ഥനും. പറഞ്ഞിട്ടെന്താ കാര്യം? വാസുവേട്ടൻ സൗന്ദര്യം നോക്കിയാ പോയത്. അത് നിങ്ങളുടെ ഭാഗ്യം. 10 ദിവസം കഴിയുമ്പോ സൗന്ദര്യത്തിലുള്ള ഭ്രമമൊക്കെ തീരും. ഓ, നേരെ ഉച്ചയായല്ലോ. പുതുമണവാട്ടി ഇപ്പൊ കുളി ദേവാരം കഴിഞ്ഞ് എഴുന്നല്ലേ ഉള്ളൂ. വേഗം ചെന്ന് അടുക്കള കയറി പണി വല്ല എടുക്കാൻ നോക്ക്. ചെല്ലേ, നടത്തം കണ്ടില്ലേ? ഉണ്ണി പോയപ്പോ വീട് ഉറങ്ങിയ പോലായി. അതാ സത്യം. 2 വഴക്കടിക്കാൻ ഒരാളില്ലാതായി. ചേച്ചി പിന്നീട് കെട്ടിച്ചുവിട്ടാ പോരായിരുന്നില്ലേ അമ്മേ? അതെ, നിനക്ക് ചുണ്ടി എടുക്കാൻ ഒരാളായിട്ട് എന്നും അവളവിടെ നിർത്താം. അയ്യോ, അത് വേണ്ട. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചി കെട്ടിച്ചുവിട്ടിരുന്നെങ്കിൽ എനിക്ക് ബോറടിക്കില്ലായിരുന്നു പറഞ്ഞതാ. ഒന്ന് പോകുന്നുണ്ടോ മുന്നീന്ന്? ഞാൻ പോയാലേ അമ്മ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും, പറഞ്ഞേക്കാം. ചേച്ചി, ഇവളൊന്ന് ക്ലാസ്സിൽ പോയില്ലേ അമ്മേ? നീയും വാസുദേവനും വരുമെന്ന് പറഞ്ഞ് ഇന്ന് ക്ലാസ്സിൽ പോവാതെ നിൽക്കുക അവള്. ശ്രീകുട്ടിക്ക് എന്താ ഒരു നിശബ്ദത? മുതിർന്നവര് സംസാരിക്കുമ്പോ പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ ഞാൻ ഇടയിൽ കയറി സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു ഫോർമാലിറ്റിയും വേണ്ട. ശ്രീകുട്ടിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. അയ്യോ, ഇവള് ചുമ്മാ പാവായിട്ട് അഭിനയിക്കാൻ വാസേട്ടാ. എന്ത് നാക്കാന്നറിയോ? ഇവളോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല. വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ മക്കളെ. വാ വാ. അല്ല, എനിക്കൊരു സംശയം. കല്യാണം കഴിഞ്ഞ ശേഷം ഉണ്ണിയേച്ചി ചെറുതായി ഒന്ന് വീർത്തു, വാസുവായിട്ട് ചെറുതായി ഒന്ന് ചൊട്ടുകയും ചെയ്തു. എന്താ കാര്യം? കല്യാണത്തിന്റെ അലച്ചിൽ കൊണ്ടായിരിക്കും അല്ലേ വാസു? അതെ അതെ. ഉണ്ണിയേച്ചി വാ, ചോദിക്കട്ടെ. വാ ഇരിക്കും മോനെ. വാ 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 ഇരി. കണവൻ വീട്ടിലെ വിശേഷം എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട് വാസോട്ട്? കണ്ടിട്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു? കാഴ്ചയിലെ കാര്യമല്ലേ ചോദിച്ചത്. ആള് ചൂടനാണോ അതോ രസികനാണോ? പാവാ, എപ്പോഴും കളിയും തമാശയേ ഉള്ളൂ. അയ്യടാ പച്ച പാവം, ഒരു കളി ചിരി. അമ്മായിയും എങ്ങനെ? കൊഴപ്പില്ല. എന്ന് വെച്ചാ എന്തോ കൊഴപ്പുണ്ടെന്നർത്ഥം. നാത്തൂനും അപ്പോട്ടിനും എങ്ങനെ? എല്ലാരും ശരിക്കും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. രണ്ടുപേരും കൂടെ എന്തു പറയാ? അമ്മേ, ഇവള് വാസുവേട്ടന്റെ വീട്ടുകാരെ കുറിച്ച് ചോദിക്കുക. കേട്ടമ്മേ, വാസുവേട്ടൻ പാവാണെന്നാ ചേച്ചി പറയുന്നേ. പാവാന്ന് മാത്രല്ല, നല്ല ചിട്ടക്കാരനും കൂടിയാ. ചാട്ടക്കാരനോ? എന്താ അത്ലറ്റ് ആണോ? ചാട്ടക്കാരനല്ല, ചിട്ടക്കാരനെന്നാ പറഞ്ഞ്. എന്തിനും ഒരു ഉത്തരവാദിത്വം കൃത്യനിഷ്ഠയുണ്ട്. ആണുങ്ങളായ ചിട്ടയും ശീലവും ഒക്കെ വേണം. രണ്ടുപേരും എഴുന്നേറ്റ് വന്നേ. വാസുദേവൻ ഊണ് കാലാക്കണ്ടേ? അയ്യോ മതി മതി, വയറ് നിറഞ്ഞ് പൊട്ടാറായി. ഇങ്ങനെ പോയാൽ കുറച്ചു ദിവസത്തിനകം ഞാനൊരു ഉണ്ണിക്കൊടവയറനായി മാറും. അതിന് വാസുവേട്ടൻ അധികം ഒന്നും കഴിച്ചില്ലല്ലോ. ഉണ്ണിക്കൊടന്റെ ഉടനെ ചേച്ചിക്ക് വരുമെന്നോ എന്റെ പേടി. തിടുക്കത്തിലായതുകൊണ്ട് കറികളൊന്നും നന്നായിട്ടുണ്ടായി. എല്ലാം നന്നായിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം ഇന്നാ ഇത്രയും നല്ലൊരു ഊണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ അമ്മേ, എനിക്ക് നാളെ തന്നെ പോണം. നാളെ തന്നെ പോവേ? കല്യാണം കഴിഞ്ഞ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും ഒക്കെ. ചടങ്ങൊന്നും സാരമില്ല. നാളെ തന്നെ ഓഫീസിൽ കയറണം. കല്യാണത്തിന് കുറച്ച് ലീവ് എടുത്തതാ. വേണമെങ്കിൽ ഉണ്ണിമായ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. എന്നാ ഞാനും വരാം. വാസുട്ടൻ തനിച്ചല്ലേ ഉണ്ടാവും? ഇവിടുന്ന് പോയിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുമ്പേ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാ വാസുട്ടൻ പോയി വരട്ടെ. ചേച്ചി ഇവിടെ നിൽക്കൂ. അതല്ല ശ്രീകുട്ടി, ഞാനില്ലെങ്കിൽ വാസുട്ടന്റെ ഒരു കാര്യം നടക്കില്ല. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ചേച്ചി ചെല്ലുന്നതിന് മുമ്പ് ഇത്രയും കാലം വാസുട്ടൻ എങ്ങനെ കഴിഞ്ഞു? നീ ഒന്ന് വായടയ്ക്കുന്നുണ്ടോ? ഈ ബസ് കാത്ത് ദുസ്സഹമാണ്. ഒരു ബൈക്ക് വാങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഒരെണ്ണം വാങ്ങുന്നത് നല്ലതാ. പക്ഷെ ഇന്ധന ചെലവിന്റെ കാര്യം ഓർക്കുമ്പോഴാ. വാങ്ങിപ്പോയാ പിന്നെ എവിടെ പോകാനും അതില്ലാതെ പറ്റില്ല. എന്നാലും ഒരെണ്ണം വാങ്ങാല്ലേ. ഉണ്ണിയും പുറകെ കയറ്റി ഗട്ടറുള്ള റോഡിലൂടെയുള്ള യാത്ര വളരെ രസകരമായി. അതെന്താ? അല്ല, ഈ കുണ്ടിലും കുഴിയിലും വീഴുമ്പം വീഴാതിരിക്കാൻ വേണ്ടി ഉണ്ണി പുറകെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പം അത് ഓർത്ത് പറഞ്ഞാ. അത് നമ്മുടെ സ്വപ്നയല്ലേ? കല്യാണം കഴിഞ്ഞെന്നാ തോന്നണേ. വാ. അല്ല, തൽക്കാലം ബൈക്ക് മതി. അംഗങ്ങൾ കൂടി കൂടി വരുമ്പം സാവകാശം നമുക്ക് കാറാക്കാം. സ്വപ്നേ, രണ്ടുപേരും കൂടി എവിടെ പോ നിക്കാ?
ഇപ്പൊ ട്രൂപ്പിലൊന്നും പോകുന്നില്ല അല്ലേ? ഇല്ല. സ്വപ്ന പോന്ന പിന്നെ രാജസേന മാഷിന് കഷ്ടകാല. സ്വപ്നയോ? ആ, ഞങ്ങളുടെ ട്രൂപ്പിൽ സ്വപ്നസുന്ദരി എന്ന ബാലയിലെ ഹീറോയിൻ ആയിരുന്നു സ്വപ്ന. ഏതായാലും സ്വപ്ന കല്യാണം അറിയിക്കാതെ ശരിയായില്ല കേട്ടോ. വരട്ടെ. എന്താ വാസുട്ടാ? എന്ത് പറ്റി വാസുട്ടാ? നിന്റെ ശരിക്കുള്ള പേര് ഉണ്ണിമായെന്നോ അതോ സ്വപ്നയെന്നോ? നീ ബാലെ ട്രൂപ്പിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ആ വിവരം എന്തുകൊണ്ടാ പറയാതിരുന്നത്? ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ പറഞ്ഞതല്ലേ. നൃത്തം പഠിച്ചു എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അല്ല മോഹിനിയാട്ടോ ഭരതനാട്യമോ ആയിരിക്കുന്നു. അതൊക്കെയാണ് വലിയ വീട്ടിലെ പെൺകുട്ടികൾ പഠിക്കുന്നത്. അതുപോലെയാണോ ബാലെ? ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ തന്നെ ഞാനും പഠിച്ചിട്ടുള്ളത്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഞാൻ പഠിച്ച കല തൊഴിലാക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ചീത്തയായിട്ടൊന്നുമില്ല. അച്ഛൻ സുഖമില്ലാതെ ആശുപത്രിയിലായപ്പോഴും മരിച്ച ശേഷവും അറിയാവുന്ന ഒരു തൊഴിൽ ചെയ്തു. അത് തെറ്റാണോ? ഇതിനൊക്കെ നേരത്തെ എന്നോട് പറയാറുന്നില്ലേ? മനഃപൂർവ്വം പറയാതിരുന്നതല്ല. എല്ലാം വാസുവേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവുന്നു കരുതി. ആ ട്രൂപ്പിലെ പെണ്ണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ചോദിച്ചു എന്ന് കരുതി ഇത്രയ്ക്ക് അങ്ങ് ഫീലിംഗ് ആയോ? നിന്റെ വാസോട്ടനല്ലേ ചോദിച്ചത്, വേറെ ആരും അല്ലല്ലോ. ഒന്ന് ചിരിച്ചേ. ഈ വെളുത്ത കവിളില് കണ്ണുനീര് വീണ് നനയുന്നത് കാണാൻ ഒരു ചന്തവും ഇല്ല. ചിരി. ഒന്ന് വേഗം ആവട്ടടാ മരങ്ങോടൻ. 4 മണിക്കൂറായല്ലോ നീ തൊട്ട് ചരണ്ടാൻ തുടങ്ങിയിട്ട്. ആ അതങ്ങോട്ടിട്. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമില്ലെങ്കിൽ എന്താ, ഞാനല്ലേ അനുഭവിക്കേണ്ടത്, നീ അല്ലല്ലോ. അവിടെ നിന്നാടാ. നീ ഇവളെയും കൂട്ടി ഇന്നലെ വരാന്ന് പറഞ്ഞല്ലേ പോയത്? കല്യാണം കഴിച്ചത് എന്തിനാ? അച്ചിപ്പെട്ട് പോയി പൊറുക്കാനാ? അച്ചിയോടുകൂടി പൊറുക്കാൻ വേണ്ടിയാണല്ലോ കല്യാണം കഴിക്കുന്നത്. നിർമ്മലയുടെ കല്യാണം കഴിഞ്ഞിട്ട് അവളും ദാസനളയും കൂടി എത്രാം ദിവസമാണ് ഇവിടുന്ന് പോയത്? നിർമ്മലെ പോലെ വല്ലോ ആണോ അവള്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പോഴും വീട്ടിലേക്ക് ഓടിപ്പോകാമെന്ന് വിചാരിക്കണ്ട. ഇവിടെ ഊർണത് കുടുംബത്ത് കൊണ്ടുപോയി ചെലവാക്കാന്നായിരിക്കും. ഞാൻ കിട്ടുന്നതിന് മുമ്പ് അവരവിടെ പട്ടിണി കിടക്കായിരുന്നില്ലേ? ഒരു സർക്കാർ ഗുമസ്തന് കിട്ടുന്ന നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് ഇവിടുത്തെയും അവിടുത്തെയും കാര്യങ്ങളൊക്കെ നോക്കാൻ കൊച്ചി രാജാവിന്റെ കൊച്ചുമോനൊന്നുമല്ല ഞാൻ. നിന്നോട് സംസാരിക്കണമെങ്കിലേ എന്റെ 2 കയ്യിലും വടി വേണം. പിന്നെ എന്തൊക്കെ വെളിവുകേടാ അമ്മയെ വിളിച്ചു പറയുന്നത്? അമ്മയ്ക്ക് മറവും തിരിവൊന്നുമില്ല, ഉള്ളതുപോലെ പറയും, നിനക്കറിയില്ലേ? അമ്മയല്ലേ, സാരമില്ല. വാ, എനിക്ക് ഉടനെ ഒന്ന് പുറത്തു പോകണം. വരുമ്പോ എന്താ എന്റെ ഉണ്ണിക്ക് വാങ്ങിക്കൊണ്ട് വരേണ്ടത്? ഒന്നും വേണ്ട, നേരത്തെ എത്തിയാ മതി. രാവിലെ ഞാൻ ശരിക്കും പേടിച്ചുപോയി. വേനൽ മഴ പോലെ വാസുവേട്ടന്റെ ദേഷ്യം. ഇപ്പൊ ശാന്തമായി. ആ, ശാന്തമായി അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട, പിന്നെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാ. അപ്പോഴേ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ബാലയില് തൊട്ടഭിനയൊക്കെ ഉണ്ടോ അതോ അകന്നു നിന്നുള്ള ഏർപ്പാടേ ഉള്ളൂ? എനിക്കിതിനെ പറ്റി വലിയ നിശ്ചയമില്ലാത്തോണ്ട് ചോദിക്കുക. ഞാൻ ആകെ ഒരു ബാലെ ട്രൂപ്പിലേ പോയിട്ടുള്ളൂ. അതില് തൊട്ടഭിനയൊന്നുമില്ല, നൃത്തങ്ങളായിരുന്നു കൂടുതലും. എന്നും രാത്രിയാണല്ലേ പ്രോഗ്രാം? അതെ. ഉണ്ണി തനിച്ചാണോ പോകുന്നത്? വീടിനടുത്തുള്ള മൊല്ലാക്കെന്നൊരാള് കൂടെ വരുമായിരുന്നു. മൊല്ലാക്കയോ? മുസ്ലിങ്ങൾ ബാലയ്ക്ക് പോകും, അതും മൊല്ലാക്കമാര്? ബാലയ്ക്ക് വരുന്നതല്ല, അച്ഛന്റെ കൂടെ കഥകളിക്ക് പാടാൻ പോകുന്ന ആളാ. അച്ഛനും വയ്യാതായപ്പോ എനിക്കൊരു തുണയായി വന്നേ ഉള്ളൂ. ഈ കലാമണ്ഡലം ഹൈദരാലി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കഥകളി പാട്ടുകാരൻ മൊല്ലാക്ക. കൊള്ളാം. ഓ, അമ്മയായിരിക്കും ശല്യപ്പെടുത്താനായിട്ട്. അളിയനെന്താ വേണ്ടത്? നിന്നെ ആ കണ്ണോത്ത് രാമനാഥൻ വിളിച്ചിരുന്നു. എന്താ വിശേഷം? അയാള് നാളെ രാവിലെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്, നിന്നെ നിന്റെ ഭാര്യയും കാണാൻ.